തിരുവനന്തപുരം വഴുതക്കാട് ട്രിവാൻഡ്രം ക്ലബിന് സമീപമുണ്ടായ വാഹനാപകടത്തിൽ മണിയമ്പിള്ള രാജുവിൻ്റെ പ്രതികരണം വന്നിട്ടുണ്ട്. ഈ വളരെ വേഗത്തിൽ വന്ന ബൈക്ക് കാറിൽ ഇടിക്കുകയായിരുന്നു എന്ന് മണിയമ്പിള്ള രാജു പറഞ്ഞു. ഞാനാ വണ്ടി ഓടിച്ചിരുന്നത്. ഞാൻ ട്രിവാൻഡ്രം ക്ലബിൽ നിന്ന് ഇറങ്ങുന്നത് പതുക്കെ റോഡിൽ ഒരു 2 വണ്ടി പോകുന്നു 9:15. എന്നിട്ട് ഞാൻ പതുക്കെ ക്രോസ് ചെയ്യാനായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ വഴുതക്കാട് ഭാഗത്ത് നിന്ന് വണ്ടി ആവണം. വണ്ടി വന്ന് ഒരു ഒറ്റ ഇടി ബമ്പറിൽ. എന്നെ നേരെ ഹിറ്റല്ല, സൈഡിൽ ബമ്പറിൽ ഇടിച്ച് ബമ്പർ അങ്ങ് തെറിച്ചു പോയി. അപ്പൊ ഒരാൾക്ക് എന്തോ കാലിന് ഒടിവുണ്ട്, ഒരാൾക്ക് കുഴപ്പമൊന്നുമില്ല. സുഖമല്ല, ക്യാൻസർ ഞാൻ പിന്നെ ഇപ്പൊ ചിക്കൻ ഗുനിയാണ്. എനിക്ക് അപ്പം വല്ലാത്തൊരു ടെൻഷനായിപ്പോയി. അപകടത്തിൽ ബൈക്ക് യാത്രക്കാരായ 2 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. വിനീഷ് കുമാർ തിരുവനന്തപുരം നിന്ന് ചേർന്നു. വിനീഷ്, ഈ ബൈക്ക് വളരെ വേഗത്തിൽ വന്നു എന്നാണ് മണിയമ്പിള്ള രാജു പറയുന്നത്. ഓവർ സ്പീഡായിരുന്നു എന്ന് പറയുന്നു. പറയൂ വിനീഷ് കുമാർ. SKN എന്തായാലും ഇതിൻ്റെ CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചാൽ മാത്രമേ ഇതിനൊരു വ്യക്തത ലഭിക്കുകയുള്ളൂ. എന്തായാലും ഞാനിപ്പോൾ ഉള്ളത് മണിയമ്പിള്ള രാജുവിൻ്റെ വീടിന് മുമ്പിലാണ്. അദ്ദേഹത്തിൻ്റെ വാഹനം, കാറൊന്നും ഇവിടെ കാണാനില്ല. അദ്ദേഹം ഇവിടെ ഉണ്ടോ എന്നുള്ള കാര്യത്തിലും ഒരു വ്യക്തതയില്ല. എന്തായാലും നമുക്കത് സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും 9:30 അദ്ദേഹം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ എത്തും എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇന്നലെ രാത്രി 10:30 കൂടിയാണ് സംഭവം. ട്രിവാൻഡ്രം ക്ലബിന് സമീപം അദ്ദേഹം ട്രിവാൻഡ്രം ക്ലബിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ വെള്ളയമ്പലം ഭാഗത്തു നിന്ന് പോവുകയായിരുന്ന 2 യുവാക്കൾ സഞ്ചരിച്ച ബുള്ളറ്റ് ബൈക്കിന് ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ബൈക്കിൽ നിന്ന് ഇവർ തെറിച്ചു വീഴുകയും ഇവർക്ക് എല്ലിന് പൊട്ടൽ ഉൾപ്പെടെയുള്ള പരിക്കുകളാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇവർ 2 പേരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. തുടർന്നാണ് പോലീസ് അവിടെ എത്തുകയും പോലീസ് മണിയമ്പിള്ളയുടേതാണ് കാർ എന്ന് മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തിയിരുന്നു. വീട്ടിൽ വന്ന് അന്വേഷണം നടത്തിയപ്പോൾ പക്ഷേ കാർ പോർച്ചിലില്ലായിരുന്നു. അതുപോലെ തന്നെ മണിയമ്പിള്ള ഇന്നലെ രാത്രി ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു എന്നാണ് പോലീസിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. ഇന്ന് രാവിലെയോട് കൂടിയാണ് പിന്നീട് മണിയമ്പിള്ളയുടേതാണെന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തിച്ചേരുന്നത്. എന്തായാലും മണിയമ്പിള്ളയുമായി സംസാരിച്ചപ്പോൾ മാധ്യമപ്രവർത്തകർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്ന ഒരു കാര്യം, അദ്ദേഹം തന്നെയായിരുന്നു വാഹനം ഓടിച്ചിരുന്നത്. അദ്ദേഹത്തിന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വാഹനം ഈ ട്രിവാൻഡ്രം ക്ലബിൽ നിന്ന് യു-ടേൺ അടിച്ച് വരുന്നതിനിടയിൽ അമിത വേഗതയിൽ എത്തിയ ബൈക്കിന് പമ്പറിന്റെ ഒരു ഭാഗത്ത്, ഈ കാറിന്റെ പമ്പറിന്റെ ഒരു ഭാഗത്ത് ഇടിക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഇനി അതിൽ കൃത്യമായ ശാസ്ത്രീയമായ പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. ഈ ട്രിവാൻഡ്രം ക്ലബിലുള്ള CCTV ദൃശ്യങ്ങളെല്ലാം പരിശോധിച്ച ശേഷമേ ആയിരിക്കും അദ്ദേഹം പറഞ്ഞത് ശരിയാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും രീതിയിൽ റോങ് സൈഡിൽ വന്ന് ഇടിക്കുകയായിരുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ. എന്തായാലും കൃത്യം 9 മണിയോടുകൂടി 9 മണിക്ക് ശേഷം ഇപ്പോൾ അദ്ദേഹമുള്ള ഈ ജവഹർ നഗറിലെ വീട്ടിൽ നിന്ന് അദ്ദേഹം മ്യൂസിയം പോലീസ് സ്റ്റേഷനിലേക്ക് തിരിക്കും എന്നാണ് ഇപ്പോൾ അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.